തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെയോടൊപ്പവും അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എൻ ഡി എ സഖ്യത്തോടൊപ്പവും പോകുന്നില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ നിലപാട്. അധസ്ഥിതരായവർക്ക് വേണ്ടിയും താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ഒരു സാമൂഹ്യ നീതിയുള്ള പാർട്ടിയായിട്ടാണ് വിജയ് ഇതിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ എൻ ഡി എയിലേക്ക് പോകും, 80 സീറ്റുകളും ഉപമുഖ്യമന്ത്രി പദവും ഇപ്പോൾ തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നു. അപ്പം അത്തരം എൻ ഡി എയുടെ അത്തരം ഓഫറുകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് രജനീകാന്തിൻ്റെ അഭിപ്രായം വന്നു. അങ്ങനെ ഇതിന് വിരുദ്ധമായ ഒരുപാട് അഭിപ്രായങ്ങൾ പല ചേരികളിലായിട്ട് വിജയ്ക്കെതിരായും അനുകൂലമായും നിൽക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ ചിത്രം തന്നെ ഈ വിജയിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ആ സോഫ്റ്റ് പവർ ആരാധകരുടെ ഹൃദയം കവരാൻ കഴിഞ്ഞ ഒരു താരത്തിന് നേടിയെടുത്ത ഏറ്റവും വലിയൊരു സോഫ്റ്റ് പവറിൻ്റെ വിജയമായിട്ടാണ് ഈ തമിഴകത്ത് വിജയുടെ ഒരു കരിയർ, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് വിജയ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുൻകാല നായകന്മാരെ പോലെ തന്നെ വിജയുടെ ജനനായകൻ എന്ന സിനിമ വെളിച്ചം കാണാനാകാതെ നിൽക്കുന്നു. അപ്പോൾ ആ സിനിമ കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ആഗ്രഹം, അത് എത്രത്തോളം അതിൻ്റെ ഒരു തള്ളിക്കയറ്റം. അപ്പോൾ അതും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതൊക്കെ ഒരു വലിയ ആവേശമാണ് തമിഴ്നാട്ടിലും തമിഴ് രാഷ്ട്രീയത്തിലും തമിഴ് ചലച്ചിത്ര വേദിയിലുമൊക്കെ ഈ വിജയ് ഒരു തരംഗമായി ഉയർത്തിയിരിക്കുന്നത്. അത് ഈ വരുംകാല തമിഴ് രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രചോദനവും വലിയൊരു മാറ്റത്തിനും തിരികൊളുത്തും.